ഹലോ. ഈ വീഡിയോയിൽ ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒരു ഷോർട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോർമലി ഞാൻ നോട്ട്സ് എഴുതിയാണ് പഠിക്കാറ്. കണ്ടോ, നോട്ട്സ് എഴുതി എടുക്കും, എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതിയെടുക്കും. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ, റെഡ് ഇങ്ക് വെച്ചൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കാണും. എന്നിട്ട് പിന്നെ എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുക. പിന്നെ ഫോളോ ചെയ്യുന്നത് റിവിഷൻ എന്ന് പറയുന്ന കാര്യം സ്കിപ്പ് ചെയ്തിട്ട് ഏത് എക്സാമിന് പോയിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഞാൻ ഇത് ഫുൾ പഠിച്ചു എന്ന് വിചാരിക്കുക, ഈ ടെക്സ്റ്റ് ഫുൾ ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കുക, ഈ നോട്ട്സ് എഴുതിയെടുക്കുന്നതെല്ലാം. എന്നാൽ ഞാൻ എക്സാമിന് പോണേക്ക് മുമ്പ് ഇതൊന്നും കൂടി റിവൈസ് ചെയ്യാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മ വരില്ല. എത്ര നന്നായി പഠിച്ച ആളാണെങ്കിലും റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പുസ്തകം മാത്രമാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ പോലും, ഓക്കെ, ഈ ഒരു ബുക്ക് മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ, ഈ ഒരു ബുക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു 10 ബുക്ക് വെറുതെ റീഡ് ചെയ്തതിനേക്കാളൊക്കെ ഏറ്റവും എന്താ പറയുക യൂസ്ഫുൾ ആവാൻ പോകുന്നത് ഈ ഒരൊറ്റ ബുക്കായിരിക്കും. കാരണം ഇത് ഞാൻ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ. ഓക്കെ, പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇവിടെ നെറ്റ് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ബോറടിക്കും. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്യാനായിട്ട് ഇതിൽ കളറിങ് ആട്ടോ, ഇതിൻ്റെ അകത്ത് കളർ ചെയ്യാനുള്ള പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. സോ അത് വെച്ചിട്ട് ഞാൻ കളറിങ് ഒക്കെ ചെയ്യും ബോറടിക്കുമ്പോൾ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഡേ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്താ കളർ ചെയ്യാനുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ ബോറടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ബോറിൻ്റെ ടൈമിൽ ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന ടൈം വരെ കവർ ചെയ്ത് തീർക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്കാം, അതാണ് കാര്യം.